ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നടന്ന ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം 2 നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം യൂസ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് അറിയുന്നതിന് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇനി അടുത്തത് വൈകൽപ്പിക പ്രശ്നോമയം സെ കിസി ഏക് കാ ഹി ഉത്തർ ലിഖേ. വൈകൽപ്പിക അതായത് ഓർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് എഴുതാൻ അറിയുന്നത് ഒരെണ്ണത്തിന് മാത്രം ആൻസർ ചെയ്യുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൽ കടക്കാം. ഫസ്റ്റത്തെ സൂചന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബീർ ബഹൂട്ടി കഹാനി കാ യഹ് അംശ് പഠേ ഔർ 1 से 4 തക്ക് കെ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ബീർ ബഹൂട്ടി സ്റ്റോറിയിലെ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് യൂസ് ചെയ്തിട്ട് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ പാസേജ് നന്നായിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാഹിൽ കി നസർ മേ ബേല കൈസി ഹേ. സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ബേല എങ്ങനെയുള്ള കുട്ടിയാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഈ പാസേജിലുണ്ട്. ഇവിടെ ഈ 3ാമത്തെ ലൈനിൽ കൊടുത്തിട്ടുള്ള ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? സാഹിൽ കി നസർ മേ ബേല ബഹുത്ത് അച്ചി ഹേ. അവിടെ നസർ മേ എന്ന് കഴിഞ്ഞിട്ട് ബേല എന്ന് ചേർത്തിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ അതിന് 1 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. ഓരോ ക്വസ്റ്റ്യൻ്റെയും നേരെ മാർക്ക് എഴുതിയിട്ടുണ്ട്. മാർക്ക് നോക്കിയിട്ട് ആൻസർ എഴുതുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ സെൻറ്റൻസ് മതി, ഒരൊറ്റ 1 വേർഡായിട്ട് എഴുതാം. 2 മാർക്കിൻ്റെ ആണെങ്കിൽ 2 സെൻറ്റൻസെങ്കിലും എഴുതി വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. 4 സർവനാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? ആൻസർ ഇതാണ്. മേം പ്ലസ് കോ മുജേ. സർവനാം പഠിക്കണം, 1 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. 3ാമത്തെ ക്വസ്റ്റ്യൻ ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ ക്യോം. ബേലയുടെ മനസ്സ് വളരെയധികം വേദനിച്ചു, എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ആൻസറും നമുക്ക് പാസേജ് നോക്കിയിട്ട് എഴുതാം. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ ക്യോംകി മാസ്റ്റാബ് ചാഹേ മുझे ഉസേ पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिदा महसूस कर रही थी. ഈ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. അവിടെ മുജെ എന്നുള്ളതിന് പകരം ഉസ്കി അല്ലെങ്കിൽ ബേലാക്കെ എങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെയാണ്. ഇത് വൈകൽപ്പിക ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നന്നായിട്ട് അറിയുന്നത് ഏതാണോ അതിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ക്ലാസ് മേ ഹുയെ ബുരെ അനുഭവ് കെ ബാരെ മേ ബേല അപ്പനി സഹേലി കെ നാം പത്ര ലിഖ്തി ഹേ. ബേല കാ പത്ര ലിഖേ. അതായത് ക്ലാസ്സിൽ നടന്ന ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട്, നമ്മുടെ പാസേജിലത്തെ സംഭവം, ക്ലാസ്സിലുണ്ടായ ഇൻസിഡൻറ്റിനെ കുറിച്ച് ബേല അവളുടെ സഹേലി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, കൂട്ടുകാരിക്ക് കത്ത് എഴുതുന്നു. അപ്പോൾ ആ കത്താണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? കത്ത്. നമുക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പത്ര എന്ന് പറഞ്ഞാൽ കത്ത്. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ഈ പാസേജ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾ ആൻസർ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് അഥവാ എന്ന് പറഞ്ഞിട്ട് ഗണിത കെ പീരീഡ് കെ ബുരെ അനുഭവക്കോ സാഹിൽ അപ്പനി മാംസെ കഹ്താ ഹേ. മാത്സ് പീരീഡ് ഉണ്ടായ ആ ഒരു അനുഭവത്തെക്കുറിച്ച് സാഹിൽ അവൻ്റെ അമ്മയോട് പോയി പറയുന്നു. സാഹിൽ ഔർ മാം കെ ബീച്ച് കി ബാത്ചീത്ത് ലിഖേ. അപ്പോൾ ബാത്ചീത്ത് എന്ന് ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാത്ചീത്ത് എഴുതാനാണ്. എന്താണ് ബാത്ചീത്ത്? കോൺവെർസേഷൻ, സംഭാഷണമാണ് കേട്ടോ. ആര് തമ്മിലുള്ളതാണ്? സാഹിലും സാഹിലിൻ്റെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ പാസേജും യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞുകൊണ്ട് മാക്സിമം ഒരു 8 സ്റ്റാൻസെങ്കിലും സംഭാഷണം ഉണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ 2 ക്വസ്റ്റ്യനുൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത്
അടുത്ത സൂചന. അപ്പോൾ 1 to 4 വരെ ബീർബഹുട്ടി എന്ന പാഠത്തിൽ നിന്നായിരുന്നു. ഇനി നമുക്ക് അടുത്ത സൂചന തന്നിട്ടുള്ളത് ടൂട്ടാ പഹിയ കവിത കി യേ പങ്ക്തിയാം പഠേ ഔർ 5 से 8 तक के प्रश्नों के उत्तर लिखे. ടൂട്ടാ പഹിയ എന്ന കവിതയിലെ കുറച്ച് വരികൾ നിങ്ങൾക്ക് ഇവിടെ ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. ഈ വരികൾ വായിച്ച് 5 to 8 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലോഹ ലേന ക മത്ലബ് ക്യാ ഹേ. ഇതിന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ആൻസർ ഈസ് സാമിന കർണ, നേരിടുക. ലോഹ ലേന എന്ന് പറഞ്ഞാൽ സാമിന കർണ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. അഗേലി ആവാസ് മേം വിശേഷൻ ശബ്ദ ക്യാ ഹേ. അഗേലി ആവാസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ശബ്ദം, തനിച്ചായിട്ടുള്ള ആ സൗണ്ട്. ഇതിലെ വിശേഷണം അഡ്ജക്റ്റീവ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അകേലി. അടുത്ത ക്വസ്റ്റ്യൻ. ടൂട്ടാ പഹിയ കവിത കെ പ്രതീകോം കെ ആധാർ പർ സഹി മിലാൻ കരെ. ടൂട്ടാ പഹിയ എന്ന കവിതയിൽ ഒരുപാട് പ്രതീകങ്ങളുണ്ട്. നിങ്ങൾക്കത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ കവിത ഒരു പ്രതീകാത്മക കവിതയാണ്. ഇതിൽ ഒരുപാട് പ്രതീകങ്ങളുണ്ട്. ഇന്നത്തെ കാലവുമായിട്ട് പഴയ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പ്രതീകങ്ങൾ. അപ്പോൾ അതൊക്കെ എന്തിനാണ്, ആ ഒരു പ്രതീകങ്ങൾ വെച്ചിട്ടാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ നോക്കിക്കോളൂ. ടൂട്ടാ പഹിയ ഉപേക്ഷിത് മാനവ്, അഭിമന്യു അധർമ്മ കാ വിരോധി, ചക്രവ്യൂഹ് സമസ്യായം, മഹാരഥി ശാസക് വർഗ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രതീകങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് 4 മാർക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്കാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ ഇസ് കവിതാംശ കാ ആശയ ലിഖേ. ഈ എട്ടാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഇല്ല. ഇത് ഒപ്പം നിർബന്ധമായിട്ടും ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ആശയം കുട്ടികൾ പഠിച്ചു പോകണം. അതിന് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ആശയം ഉറപ്പായിട്ടും വരും കേട്ടോ. കവിതയുടെ ആശയം എഴുതേണ്ട ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ആശയം എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് ടൂട്ടാ പഹിയ എന്ന് കൊടുക്കാം. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇത് ധർമ്മവീർ ഭാരതിയുടെ പ്രസിദ്ധ കവിതാഹേ എന്ന് കൊടുക്കാം. പിന്നെ യഹ് പ്രതീകാത്മക കവിതാഹേ എന്ന് കൊടുത്തത് കൊണ്ട് അടുത്ത പാരഗ്രാഫിൽ ഈ കവിതയുടെ ഈ വരികൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് സെൻറ്റൻസ് എഴുതി വെക്കുക. महाभारत युद्ध को लेकर ये कविता लिखा है, इसमें കൗരവ് और പാണ്ഡവം का युद्ध के समय അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വരികളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതാം? യഹ് ഏക് സുന്ദർ കവിത ഹേ, ബഹുത് അധിക് പ്രാസംഗിക ഹേ, യഹ് ഏക് പ്രതീകാത്മക കവിത ഹേ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ കവിതയുടെ ആശയം ഉറപ്പായിട്ടും വരിക. കുട്ടികാർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത സൂചനയാണ്. അപ്പം നമ്മുടെ ടൂട്ടാ പഹിയ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. हताशा से एक व्यक्ति बैठ गया था टिप्पणी का यह अंश पढ़े और 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് हताशा से एक व्यक्ति बैठ गया था എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ പാസേജ് ആദ്യം നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. हताशा से एक व्यक्ति बैठ गया था കവിത കിസ്കി ഹേ. ഈ കവിത ആരെഴുതിയതാണ്? ഇത് ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ചാപ്റ്ററിൽ 2 ഓതേഴ്സ് ഉണ്ട്, 2 ലേഖകരുണ്ട്. ഒന്ന് കവിത എഴുതിയ ആൾ വിനോദ് കുമാർ ശുക്ൽ, പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ടിപ്പണി എഴുതിയത്, കുറിപ്പ് ഈ കവിതയെ കുറിച്ചിട്ട് എഴുതിയ ആൾ നരേഷ് സക്സേനയാണ്. അപ്പോൾ കവിത എഴുതിയ ആളുടെ പേര് വിനോദ് കുമാർ ശുക്ൽ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. സഹി വാക്യ ചുൻകർ ലിഖേ. ഈ 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഗ്രാമറാണ്. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. മേം ജാൻതാ ഹും. കൂട്ടുകാർക്ക് അറിയാം, ഫസ്റ്റ് മേം എന്ന് വന്നാൽ, സബ്ജക്റ്റ് മേം എന്ന് വന്നാൽ അവസാനം ഹും എന്ന് ആണ് വരിക. 11ാമത്തെ ക്വസ്റ്റ്യൻ. കവി കെ അനുസാർ ജാൻനെ കാ അസലി ആധാർ ക്യാ ഹേ. കവി പറയുന്നത് പ്രകാരം ജാന്ന അറിയുക എന്നതിൻ്റെ യഥാർത്ഥ ആധാരം എന്ത്? അപ്പോൾ പാസേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പാസേജിൽ ഹതാശ കോ ജാൻതാ എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത്ര മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം, കുറച്ചുകൂടി കൂട്ടി എഴുതണം. അത് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ, പാഠത്തിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കവി കെ അനുസാർ ജാൻനെ കി അസലി ആധാർ വ്യക്തി की हताशा निराശ അസഹായത ഔർ സങ്കടക്കോ ജാൻനാ ഹേ. അപ്പം അങ്ങനെയാണ് എഴുതേണ്ടത്. വെറുതെ ഹതാശക്കോ ജാന എന്ന് മാത്രം എഴുതരുത്. വ്യക്തിക്ക് ഹതാശ നിരാശ അസഹായത സങ്കട് സെ ജാൻനാ ഹേ, അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതിന് 2 മാർക്കാണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, മാനവതാ ഹി മാനവ് की पहचान है विषय पर आपके स्कूल में संगोष्ठी होने वाली है इसके लिए പോസ്റ്റർ തയ്യാർ കരേ. ഇത് സംഗോഷ്ഠി പോസ്റ്ററാണ്. സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ. ആ സെമിനാർ നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഒരു കാര്യപരിപാടിയാണ്, ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് പ്രോഗ്രാമിൻ്റെ നോട്ടീസ് രൂപത്തിലാണ് ഈ ഒരു പോസ്റ്റർ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അഥവാ അല്ലെങ്കിൽ संकेतों की सहायता से मानवता का महत्व विषय पर लघु लेख लिखे. സങ്കേതം എന്ന് പറഞ്ഞാൽ സൂചനകൾ, താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് ഉപയോഗിച്ച് മാനവതാക്ക മഹത്വ്, മാനവതയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊരു ലഘുലേഖനം എഴുതാനാണ്. അത് നമ്മൾക്ക് ഈ പാഠം തന്നെ മാനവതയെ കുറിച്ചിട്ടുള്ള പാഠമാണ്, മനുഷ്യത്വത്തെ കുറിച്ചിട്ടുള്ള പാഠമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മനുഷ്യത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ എഴുതാട്ടോ. അപ്പോൾ പോസ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് സ്കോർ കിട്ടാൻ എളുപ്പം. അപ്പോൾ കൂട്ടുകാർ പോസ്റ്റർ നന്നായിട്ട് പഠിച്ചു പോവുക. ഉറപ്പായിട്ടും പോസ്റ്റർ വരുന്നതാണ്. 4 മാർക്കാണ്. ഇനി അടുത്തത് വീണ്ടും ബീർ ബഹൂട്ടി എന്ന പാഠത്തിലെ പാസേജ് തന്നേക്കാണ്. പാസേജ് വായിച്ചിട്ട് 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി പ്രസ്താവ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ പ്രസ്താവന. ഇവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന, ഇത് 1 മാർക്കിൻ്റേതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഒരു പ്രസ്താവന മാത്രമാണ് ഇതിൽ ശരിയുള്ളൂ. അത് ആൻസർ ചെയ്തുക. ആൻസർ ഇതാണ്, ബേല ഔർ സാഹിൽ പെൻ മേ സ്യാഹി ബർവാനെ കെ ലിയെ ദൂഖാൻ ഗയേ. 14ാമത്തെ ക്വസ്റ്റ്യൻ, സാഹിൽ ने पेन में बची स्याही जमीन पर छिड़क दी क्यों. സാഹിൽ പേനയിൽ ഉണ്ടായിരുന്ന മഷി നിലത്ത് ഒഴിച്ചു കളഞ്ഞു, എന്തുകൊണ്ട്? അതിൻ്റെ ആൻസർ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഈ പാസേജ് യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ എഴുതേണ്ടത് 2ാമത്തെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. നെയ് സ്യാഹി ബർവാനെ കെ ലിയെ എഴുതിയിട്ട് പിന്നെ ആദ്യത്തെ സെൻറ്റൻസ് പെൻമേ കുച്ച് സ്യാഹി ബച്ചി ദി ഉസേ സാഹിലിനെ സെമീൻ പർ ചിടക് ദിയ. അപ്പോൾ 2ാമത്തെ സെൻറ്റൻസും പിന്നെ 1ാമത്തെ സെൻറ്റൻസും കൂട്ടി എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കഹാനി കെ ഇസ് പ്രസംഗ് പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേ അല്ലെങ്കിൽ ദോസ്തി കാ മഹത്വ വിഷയ പർ ടിപ്പണി ലിഖേ. 15ാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പാസേജ് യൂസ് ചെയ്തിട്ട് ആ ഒരു സീനിനനുസരിച്ചുള്ള പട്കഥ എഴുതുക. അതല്ലെങ്കിൽ ദോസ്തിയുടെ മഹത്വം, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊരു വിവരണം എഴുതുക. 4 മാർക്കാണ് ക്വസ്റ്റ്യന്. അപ്പോൾ എല്ലാവർക്കും പട്കഥ എഴുതാൻ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ പട്കഥ നന്നായിട്ട് പഠിച്ച് പോവുക. പട്കഥ ഉറപ്പായിട്ട് എക്സാമിന് വരും. അതിൻ്റെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് എഴുതുക. ഇതിൻ്റെ സീൻ എന്ന് നമുക്ക് സീൻ 2 എന്ന് കൊടുക്കാം. സ്ഥാൻ ദുഖാൻ സമയ് രാവിലെ ഒരു 9 അല്ലെങ്കിൽ 10 എന്ന് എഴുതാം. പിന്നെ കഥാപാത്ര ബേല സാഹിൽ ദുഖാൻദാർ. പിന്നെ അവരുടെ ഏജ് നമുക്ക് ബേലയ്ക്കും സാഹിലിനും ഒരു 11 കൊടുക്കാം. ദുഖാൻദാറിന് ഇഷ്ടമുള്ള ഒരു ഏജ് കൊടുക്കാം, 40 30 അങ്ങനെയൊക്കെ ഏജ് കൊടുക്കുക. പിന്നെ വേഷഭൂഷ ബേല സാഹിൽ സ്കൂൾ വർദ്ധി, ദുഖാൻദാർ ധോത്തി കുർത്ത എന്നൊക്കെ കൊടുക്കാം. പിന്നെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനും എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ദൃശ്യ സമാപ്തി എന്നും കൂടി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത സൂചന, അയാം കലാം കെ ബഹാനെ കഹാനി കാ അംശ് പഠേ और 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ 16 to 18 വരെ അയാം കലാം എന്ന പാസേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ,
ഗേൽ ഗണ്ടിമേം മോർപാൽ ഔർ മിഹിൽ കാ സൗദ ക്യാ ഥാ. കളിക്കുന്ന ആ പീരീഡിൽ ഇവർ തമ്മിൽ ചെയ്യുന്ന ആ ഒരു ഏർപ്പാട് എന്തായിരുന്നു? ആൻസർ ഗാനേക്ക് അദല ബദലിക്ക. അടുത്തത് 17 വാക്യ പിരമിഡാണ്. നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ റോസ് എന്നും ഗർസെ എന്നും ഉണ്ട്. റോസ് എന്ന് പറഞ്ഞാൽ എന്നും, ഡെയിലി. ഗർസെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന്. ഈ 2 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 3, 4 കോളം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ മോർപാൽ ലാത്താത, മോർപാൽ ചാച്ച് ലാത്താത. ഈ ആദ്യത്തെ 2ൻ്റെയും സബ്ജക്റ്റ് വന്നിട്ടുള്ളത് മോർപാലാണ്. 2ൻ്റെയും ആദ്യം മോർപാൽ എന്നായതുകൊണ്ട് 3ഉം 4ഉം നിങ്ങൾ മോർപാൽ എന്ന് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ എന്താണ്? മോർപാൽ റോസ് ചാച്ച് ലാത്താത, മോർപാൽ ഗർസെ റോസ് ചാച്ച് ലാത്താത. 18ാമത്തെ ക്വസ്റ്റ്യൻ, ജീവൻ മേ പഹലി ബാർ രാജ്മാ ചാവൽ ഖാന മോർപാൽ കെ ലിയെ ഖാസ് അനുഭവ് ഥാ. മോർപാൽ കി ഉസ് ദിൻ കി ഡയറി ലിഖെ. ആദ്യമായിട്ട് രാജ്മയും ചാവലും കഴിച്ച മോർപാൽ ഒരു ഡയറി എഴുതുന്നു. അപ്പോൾ ആ ഡയറിയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കഴിഞ്ഞ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ, അതൊന്ന് ജസ്റ്റ് വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിരിക്കും. ഇതേ പാറ്റേണിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അതേപോലെ നമ്മുടെ ഈ ചാനലിൽ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഈ എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് 10ൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.